നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ഇന്ന് ചിന്തിക്കുന്ന വചനങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് ആഴമായ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോയി അത് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധ്യാനിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തുവാൻ കർത്താവ് അതിനെ കൃപയാൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ രക്ഷകനായി വിശ്വസിച്ച് നിനക്ക് വേണ്ടി ജീവിക്കത്തക്കവണ്ണം കർത്താവ് ഞങ്ങളെയും ഞങ്ങൾ പഠിപ്പിക്കുന്ന അനേകരെയും നീ രൂപാന്തരപ്പെടുത്തിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം മുതലാണ്. 3-ാം വാക്യം ഞാൻ വായിക്കാം. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. യഹൂദര് പരിച്ഛേദന കർമ്മത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് യഹൂദരായിരുന്ന ആൾക്കാർ ക്രിസ്ത്യാനികളായപ്പോൾ എന്ന് പറഞ്ഞാൽ യഹൂദ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചിട്ട് പോലും മോശയുടെ കൽപ്പന ഈ പരിച്ഛേദന കർമ്മം നടത്തണമെന്ന് നിർബന്ധിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പരിച്ഛേദനത്തിൻ്റെ അത്ര ആവശ്യമുള്ള ഒരു കാര്യമല്ല, അത് വിശ്വാസമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പരിച്ഛേദനമെന്ന് പറയുന്നത് യഥാർത്ഥ പരിച്ഛേദന നമ്മളാണെന്നാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ 3 സവിശേഷതകൾ പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. 2, യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുക. 3, ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുക. അങ്ങനെയുള്ള നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ എന്ന പൗലോസ് എടുത്തു പറയുന്നത്. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം, യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളണം, ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കണം. പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം നിഷ്കൃഷ്ടമായ ഭാഗങ്ങൾ ഛേദിച്ച് കളയുക. അത് യഹൂദന്മാരുടെ ചിന്തയാണ്. അവരോട് അതാണ് കൽപ്പിച്ചിരുന്നത്. അതൊരു അടയാളമായിട്ട് കൊടുത്തതാണ്. പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ജഡികമായ ആസക്തികൾ, ജഡികമായ മറ്റ് ചിന്തകൾ, ആഗ്രഹങ്ങൾ എല്ലാം ഛേദിച്ച് കളയുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് യേശുവിനോട് കൂടി ക്രൂശിക്കപ്പെടുക. അപ്പോൾ ആണ് ആ പരിച്ഛേദന കർമ്മം യഥാർത്ഥത്തിലാകുന്നത്. മറ്റ് യഹൂദന്മാർക്ക് ഒരു അടയാളമായിട്ട് കൊടുത്തിരിക്കുന്നതും നമ്മളതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നവരുമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ എന്ന് പറയുന്നത്. 3 സവിശേഷതകൾ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. ആത്മാവിൽ ആരാധിക്കുക. യേശു ക്രിസ്തു ശമര്യക്കാർ സ്ത്രീയോട് പറഞ്ഞില്ലേ, അവർ ആ സ്ത്രീ ചോദിച്ചു എവിടെ ആരാധിക്കേണ്ടത്, ഈ മലയിൽ ആരാധിക്കണോ ജെറുസലേമിൽ ആരാധിക്കണോ? യേശു പറഞ്ഞു ജെറുസലേമെന്നോ ഈ മലയെന്നൊന്നും അല്ല പ്രശ്നം, അതൊരു പ്രശ്നമേ അല്ല. പിന്നെയോ നിങ്ങൾ ആത്മാവിൽ ആരാധിക്കണം. അതിനുള്ള സമയമായി കഴിഞ്ഞു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളണം. യേശുക്രിസ്തുവിലെ രക്ഷകൻ, ആ രക്ഷകൻ വഴിയല്ലേ നമ്മളങ്ങോട്ട് രക്ഷപ്പെടുന്നത്. ആ രക്ഷകനല്ല ഏക രക്ഷകൻ. ആ രക്ഷകനെ വിശ്വസിച്ചാൽ മാത്രമല്ലേ രക്ഷ ലഭിക്കുകയുള്ളൂ. പിന്നെ അതിൽ നമ്മൾ അഭിമാനം കൊള്ളണ്ടേ. 3-ാമത്തെ കാരണം, ജഡത്തിൽ ശരണം വയ്ക്കരുത്. ഇത് പരിച്ഛേദനമാണ്. ജഡത്തിൽ നമ്മൾ ശരണമൊന്നും വെക്കണ്ട. നമ്മൾ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ച് അങ്ങോട്ട് ചെന്നെത്തിയിരിക്കണം. ഈ 3 സവിശേഷതകളാണ്
പൗലോസ് പറയുന്നത്, അബ്രാഹത്തിൻ്റെ സന്താനങ്ങൾ ആയ അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ മക്കളായ ക്രിസ്ത്യാനികൾ ആണ് യഥാർത്ഥ പരിച്ഛേദിതർ. അതാണ് പൗലോസ് സ്ഥാപിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടെന്നാൽ നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. ഗലാത്യ ലേഖനം 3:29 പൗലോസ് എഴുതിയിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. അബ്രാഹത്തിൻ്റെ സന്തതിയാകണമെന്നാണല്ലോ ഇസ്രായേൽക്കാരുടെ പ്രത്യേകമായ താല്പര്യം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനുള്ളവരാണോ അബ്രാഹത്തിൻ്റെ സന്തതിയാ? ക്രിസ്തു ജനിച്ച് വന്നത് ദാവീദിൻ്റെ ഗോത്രത്തിൽ, അബ്രാഹത്തിൻ്റെ ഒരു സന്തതി എന്നുള്ള നിലയിലാണ് ജനിച്ചത്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ അബ്രാഹത്തിൻ്റെ സന്തതിയാണെന്ന് പറയുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ് നമ്മൾ. അബ്രാഹത്തിനോട് പറഞ്ഞ വാഗ്ദാനമൊക്കെ അതിൻ്റെ അവകാശം നമുക്കുണ്ട്. ഗലാത്യ 3:7 പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അബ്രാഹാം തന്നെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വിശ്വാസികളുടെ പിതാവ്. അബ്രാഹത്തെ തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക കാരണം എന്തുവാണ്? വിശ്വാസം. അപ്പം നമ്മളൊക്കെ എന്താണ് അബ്രാഹത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിശ്വാസമുള്ളവരാണെന്ന് അതിൻ്റെ അർത്ഥം. വിശ്വാസമില്ലാതെ നടന്നാൽ നമ്മളെ ഒന്നും അബ്രാഹത്തിൻ്റെ മക്കളാണെന്ന് പറയാനൊക്കത്തില്ല. യേശുദന്മാരോട് പറഞ്ഞല്ലേ നിങ്ങൾ പിശാചിൻ്റെ മക്കളാണെന്ന്. ജെറമ്യാ പ്രവാചകൻ ഈ ആശയം വെച്ചിട്ട് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഹൃദയ പരിച്ഛേദനം നടത്തണം. ഹൃദയത്തിൻ്റെ പരിച്ഛേദനമാണ് ആവശ്യം. അത് നിങ്ങൾ നടത്തിയിരിക്കണം. ജെറമ്യാ 4:4 പറയുന്നു, യൂദാ നിവാസികളെ, ജെറുസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവീൻ, ഹൃദയപരിച്ഛേദനം സ്വീകരിക്കുവീൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും, അത് ശമിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ഗലാത്യ 6:14-15 വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല. പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പരമപ്രധാനം. പൗലോസ് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമേ എനിക്ക് മേന്മ ഭാവിക്കാനുള്ളൂ, മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. ചിലർ 2 തലത്തിലും മേന്മ ഭാവിക്കും. ആത്മീയമായിട്ട് ഞാനങ്ങ് ഉയർന്നിരിക്കുന്നു, ലൗകികമായിട്ട് അയ്യോ ഞാൻ ഈ നാട്ടിലെ വലിയ ആളല്ലേ, അവിടെ മേന്മ ഭാവിക്കുക. രണ്ടും കൂടെ മേന്മ ഭാവിക്കാനൊക്കത്തില്ല. പൗലോസ് പറയുന്നു, ക്രൂശിലല്ലാതെ എനിക്ക് മേന്മയ്ക്ക് അവകാശമില്ല. ലോകം എനിക്ക് ക്രിസ്തുവിനെ പ്രതി ക്രൂശിക്കപ്പെട്ടിരിക്കുക. ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക. ക്രൂശിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശിൽ മരിച്ചിരിക്കുന്നു. അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ അതിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചവനാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പരിച്ഛേദനം എന്ന് പറയുന്നത്. കൊളോസോസ് 2:13 പറയുന്നു, നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമ്മൾ ആത്മാവിൽ ആരാധിക്കണം. അതാണല്ലോ ഒരു കണ്ടീഷൻ പൗലോസ് പറഞ്ഞത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഊർജത്തിൻ്റെ ഉറവിടം പരിശുദ്ധാത്മാവാണ്. തൻ്റെ പുത്രൻ്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അതിനാൽ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത്?
ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. പിതാവെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മളിൽ പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളുന്നത് കൊണ്ട് നമ്മൾ മക്കളാണ്. അതുകൊണ്ട് ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഏത് കാര്യവും പിതാവെന്നുള്ള നിലയിൽ കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം തരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിൽ ആരാധിച്ചാൽ മതി. റോമ 8:15 പൗലോസ് പറയുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ശരീരത്തിൽ പരിച്ഛേദന കർമ്മം നടത്തുന്നത് രക്ഷയ്ക്ക് സഹായകരമായ ഒരു കാര്യമല്ല. അടുത്തത് 3-4 നമുക്ക് കടക്കാം. പൗലോസ് ഒരു കാര്യം നമ്മളോട് വ്യക്തമാക്കുന്നു. എന്നാൽ ശരീരത്തിലും എനിക്ക് പ്രത്യാശ വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ട് എന്ന് വിചാരിക്കുന്ന ആരെക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. എന്നെ അങ്ങ് താത്ത് കളയുന്ന രീതിയിൽ ഞാൻ പരിച്ഛേദന കർമ്മമൊന്നും യഥാർത്ഥത്തിൽ പൗലോസ് പരിച്ഛേദന കർമ്മം നടത്തിയിട്ടുണ്ട്. ഞാനങ്ങ് രക്ഷയുടെ മാർഗത്തിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരും പറയുന്നവരൊക്കെ ഒരു സൈഡിലുണ്ട്. അതുകൊണ്ട് പൗലോസ് ഒരു കാര്യം ഒന്ന് വെളിപ്പെടുത്തുകയാണ്, എനിക്കുണ്ട് ഇതിൻ്റെയൊക്കെ അവകാശമെന്ന്. പരിച്ഛേദന കർമ്മത്തിലെ ഏതെങ്കിലും വിധത്തിൽ ഒരു ആത്മവിശ്വാസം അർപ്പിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ പൗലോസിന് അതിനുള്ള അവകാശമുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 22:3 പറയുന്നു, പൗലോസ് പറയുകയാണ്, ഞാനൊരു യഹൂദനാണ്, കിലിക്കിയായിലെ താർസോസിൽ ജനിച്ചു, എങ്കിലും ഈ നഗരത്തിലാണ്, ജെറുസലേമിലാണ് ഞാൻ വളർന്നത്. ഗമാലിയേലിൻ്റെ പാദങ്ങളിൽ ഇരുന്ന പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി. ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണത നിറഞ്ഞവനായിരുന്നു. നിങ്ങളെക്കാട്ടിൽ ഒട്ടും കുറവുള്ള അതല്ല ഞാൻ തീക്ഷ്ണതയോടുകൂടി ദൈവത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടു. ഞാൻ ജനിച്ചത് യഹൂദനാണ്, വളർന്നത് ഇവിടാണ്. ഗമാലിയൻ്റെ പാദപീഠങ്ങളിലിരുന്നാണ് ഞാൻ പഠിച്ചത്. അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റാബിയാണ്. അദ്ദേഹത്തിൻ്റെ പാദപീഠങ്ങളിലിരുന്ന് ഞാൻ പഠിച്ചു. അറിവിലൊന്നും എനിക്ക് കുറവൊന്നുമില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവകാശപ്പെടാം, ഞാനത് അവകാശപ്പെടുന്നില്ല. റോമ 11:1 പൗലോസ് പറയുന്നു, ഞാൻ തന്നെയും അബ്രാഹത്തിൻ്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജന്യമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ. അപ്പോൾ എനിക്ക് ഈ അവകാശമില്ലെന്നൊന്നും നിങ്ങൾ പറയരുത്. ഞാൻ ആരാണ്? ഞാൻ തന്നെ ബെഞ്ചമിൻ ഗോത്രത്തിലുള്ളതാണ്. ബെഞ്ചമിൻ ഗോത്രത്തിലാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 3:5 വാചകം ഞാൻ വായിക്കുകയാണ്. 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ, ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരീസയൻ. നിയമത്തിൻ്റെ കർശന ചട്ടപ്രകാരം 8-ാം ദിവസം തന്നെ പൗലോസ് പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി 17:3 പറയുന്നു, നിങ്ങളിൽ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. അതാണ് നിയമം. ആ നിയമം അതനുസരിച്ച് തന്നെ പൗലോസിന് ചെയ്തിട്ടുണ്ട്. ബെഞ്ചമിൻ ഗോത്രത്തിലാണ്. ഇസ്രയേലിൻ്റെ 1-ാമത്തെ രാജാവ് ബെഞ്ചമിൻ ഗോത്രത്തിലാണ്. അപ്പോൾ അതിൽ അഭിമാനിക്കാൻ വകയുണ്ട്. 1 ശൗമേൽ 9-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ബെഞ്ചമിൻ ഗോത്രജനായ കിഷ് എന്നൊരാളുണ്ടായിരുന്നു. കിഷിന് സാവൂൾ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ആ സാവൂളാണ് 1-ാമത്തെ രാജാവായത്. വേറൊരു പ്രത്യേകത, വിശുദ്ധ നാട് ഹോളി ലാൻഡിൽ ജനിച്ച ഏക ഗോത്രപിതാവ് ബെഞ്ചമിനാണ്.
ബാക്കിയുള്ളവരെല്ലാം പല സ്ഥലങ്ങളിലൊക്കെയാണ് ജനിച്ചത്. ഹോളി ലാൻഡിൽ ജനിച്ച ഏക ഗോത്രപിതാവ് ബെഞ്ചമിന്. അത് വരേണ്യവർഗമാണ്. അദ്ദേഹം ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഹീബ്രു ഭാഷ സംസാരിക്കുന്ന യഹൂദനാണ് ഞാൻ. ഹെബ്രായരിൽ നിന്ന് ഹെബ്രായ ഭാഷ സംസാരിക്കുന്നവനാണ് ഞാൻ. ചിലർക്ക് ഗ്രീക്കേ അറിയത്തുള്ളൂ, അവരവിടെ പോയി താമസിച്ചുകൊണ്ട്. പൗലോസിന് അവിടെയാണ് താമസിച്ചെങ്കിലും ഗ്രീക്കും അറിയാം, ഹെബ്രായ ഭാഷയും അറിയാം. അതുകൊണ്ടാണ് ഹെബ്രായരിൽ നിന്നുള്ള ഹെബ്രായൻ. ഹീബ്രു ഭാഷയ്ക്ക് അറാമിക്ക് എന്നും പേര് പറയാറുണ്ട്. പൗലോസിനെ ഗ്രീക്ക് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാനും അറിയാം. പിന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഫരീസേനാണ്, മോശയുടെ നിയമങ്ങളും പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളും കർശനമായി പാലിച്ചിരുന്നു, വലിയ ഭക്തിയുള്ളവർ എന്ന് ഫരീസർ ഭാവിക്കാറുണ്ട്. ഞാൻ ഫരീസ വിഭാഗത്തിൽപ്പെട്ടതാണ്. ദൈവദൂതന്മാരും ആത്മാക്കളും ഉണ്ടെന്നും ഇവർ വിശ്വസിച്ചു. കാര്യം ഫരീസ വിഭാഗത്തിൻ്റെ വിശ്വാസം അങ്ങനെയാണ്. അടുത്തത് 6-7 വാക്യങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ. തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ, എന്നാൽ എനിക്ക് ലാഭകരമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. പൗലോസ് തന്നെ പറയുന്നു, ഞാൻ സഭയെ പീഡിപ്പിച്ചവനാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 3-ാം വാക്യം. സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൻ വീടുതോറും കയറി ഇറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി. അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ആളാണ് പൗലോസ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നത്, സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അതും കിട്ടി. പൗലോസ് ക്രിസ്തുവിനെ പ്രതി പലതും നഷ്ടമാക്കി. ഒന്ന്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ സ്വയം പരിത്യജിക്കണം. മത്തായി 16:24 യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. രണ്ടാമത് ഒരു കാര്യം, വീട്, സ്നേഹിതർ, ഇതെല്ലാം വിടണം. ലൂക്ക 5:11 പറയുന്നു, പത്രോസും യാക്കോബും യോഹന്നാനും ചെയ്തൊരു കാര്യമാണ്. അവർ വള്ളങ്ങൾ കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. കർത്താവ് പറഞ്ഞ് വരാൻ പറഞ്ഞു. അവർ ഇങ്ങ് വന്നു, വള്ളങ്ങളൊക്കെ അവിടെ കരയ്ക്കോട്ട് അടുപ്പിച്ച് വെച്ച്. തൊഴിലുപേക്ഷിക്കണം. ലൂക്കാസ് 5:27-28 വാക്യങ്ങൾ ഇങ്ങനെ നാം കാണുന്നു. ഇതിനുശേഷം അവൻ കടന്നു പോകുന്ന വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തെ ഇരിക്കുന്നത് കണ്ടു. എന്നാൽ എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവനെല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ജോലിയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം അവിടെ മടക്കി വെച്ചേച്ച് ലേവി ഇങ്ങ് വന്നു. അവനാണ് മത്തായി എന്ന് പറയുന്ന അപ്പോസ്തലൻ. നാലാമതൊരു കാര്യം, തനിക്ക് ഉള്ളതെല്ലാം ഉപേക്ഷിക്കണം. ലൂക്ക 14:33 പറയുന്നു, ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യൻ ആയിരിക്കുക സാധ്യമല്ല. ഇത് നഷ്ടത്തിലൂടെ ഒരു ലാഭം ഉണ്ടാക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിനെ പ്രതി നഷ്ടമാക്കുമ്പോൾ അത് ലാഭമായി തീരുന്നു. ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന ഒരു യുവാവ് യേശുവിനോട് ചോദിച്ചു, ഇനിയും എനിക്ക് എന്താണ് കുറവ്? മത്തായി 19:21
യേശു പറഞ്ഞു, നീ സമ്പൂർണനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. രണ്ടാമതൊരു കാര്യം, സ്വയത്യാഗം നിക്ഷേപ സമാഹാരമാണ്. മത്തായി 19:29 പറയുന്നു, എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. മൂന്നാമത്തെ സംഗതി മനസ്സിലാക്കേണ്ടത്, നഷ്ടത്തിൽ കൂടെ ലാഭമുണ്ടാകും. ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നും. മർക്കോസ് 8:35 പറയുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. നാലാമതൊരു കാര്യം, ഈ താഴ്ച ഉന്നതിയിലേക്ക് നയിക്കുന്നു. മർക്കോസ് 9:35 പറയുന്നു, അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ച് പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആയിരിക്കണം. അഞ്ചാമതൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണത്തിൽ നിന്ന് ജീവൻ വരുന്നു. യോഹന്നാൻ 12:24 പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അഴിയണം. ഇനി നമുക്ക് 3:8 വാക്യത്തിലോട്ട് കയറാം. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് യേശു ക്രിസ്തുവിനെ പറ്റി അപ്പസ്തോലന് വെളിപാട് വഴി ലഭിച്ച ജ്ഞാനം നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ നേട്ടങ്ങളെയും അതിശയിക്കുന്ന ജ്ഞാനമാണ് ലഭിച്ചിരിക്കുന്നത്. പൗലോസും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെ ആരംഭം കുറിക്കലായിരുന്നു ആ കൂടിക്കാഴ്ച. പൗലോസിന് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥകളുടെ പക്വതയാർന്ന ഒരു വിചിന്തനമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. തൻ്റെ മാനസാന്തരത്തിന് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ടതാണ് ഈ ഭാഗം. ഉച്ഛിഷ്ടം പോലെ കരുതുന്നു, ഒരിക്കൽ വളരെ ഉന്നതമായത് എന്ന് കരുതിയിരുന്നതിനെപ്പറ്റി ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ വാക്ക് ശക്തമായ പ്രയോഗമാണത്. ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. ഇനി 9 വാക്യത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാം. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. ബുദ്ധിപരമായ നിലയിൽ ക്രിസ്തുവിനെ അറിയുക എന്നതുകൊണ്ട് മാത്രം പര്യാപ്തമാകുന്നില്ല. ഇനിയും പൂർത്തീകരിക്കാനുള്ള തൻ്റെ ഓട്ടത്തിൽ ക്രിസ്തുവുമായി കൂട്ടായ്മ ഉണ്ടാകണം എന്നതാണ് പൗലോസിൻ്റെ ലക്ഷ്യം. അത് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നു. അത് ഇനിയും നേടിയെടുക്കാനുള്ളതാണ്, നേടിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2:16 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവീൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. 2 തിമോഥെയോസ് 4:7 പൗലോസ് എഴുതിയിരിക്കുന്നു,
ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. നമ്മൾ ഇതുപോലെ തന്നെ പറയാൻ യോഗ്യരായിരിക്കണം. ഓട്ടം ആക്കണമല്ലോ. എല്ലാവരും ഓട്ടം പൂർത്തിയാക്കണം. ഓട്ടം പൂർത്തിയാക്കണമെന്നൂടെ ഓർത്തോണം. പകുതി വെച്ച് നിർത്താൻ പാടില്ല. ഓട്ടം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ നന്നായി പൊരുതി, ഞാൻ നന്നായി പൊരുതി വിശ്വാസം കാത്തു, ഓട്ടം പൂർത്തിയാക്കി എന്ന് പറയുവാൻ നമ്മൾ പ്രാപ്തരായിത്തീരണം. ക്രിസ്തുവുമായുള്ള ഈ കൂട്ടായ്മ അവനുമായി താതാമ്യം പ്രാപിക്കില്ല. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അത് പൂർത്തീകരിക്കപ്പെടുന്നത് വരെ അത് ആഴപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ കൂട്ടായ്മ ഇങ്ങനെ ആഴപ്പെട്ടുകൊണ്ടേയിരിക്കും. അവനോടുകൂടി ഒന്നായി കാണപ്പെടുക എന്ന് പറഞ്ഞതേ അന്തിമനായ വിധിയുടെ അവസരത്തിൽ കാണപ്പെടണം എന്ന ഒരു സൂചനയാണ്. മോശയുടെ കൽപ്പനകളുടെ 613 ശാസനകളും ഒരു ഫരീസയൻ എന്ന നിലയിൽ പൗലോസ് കർശനമായിട്ട് പാലിച്ചിരുന്ന ആളാണ്. പക്ഷേ അതുകൊണ്ടല്ല എനിക്ക് നീതി ലഭിക്കുന്നത്. അത് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി വിശ്വസിച്ച് ഏറ്റുപറയുന്നതിനാലാണ്. അത് സൗജന്യമായി ക്രിസ്തു നമുക്ക് നൽകുന്നത് എന്നാണ്. എന്താണ് ദൈവത്തിൽ നിന്നുള്ള നീതി? ക്രിസ്ത്യ വിശ്വാസികളെ എല്ലാം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ രക്ഷാകര ബലി വഴി നാം എല്ലാവരും അവൻ്റെ നീതിയായി തീർന്നിരിക്കുകയാണ്. നമ്മളെ നീതിമാന്മാരായിട്ട് എണ്ണിയിരിക്കുക. പോയാൽ മതി. നീതിമാന്മാരായിട്ട് എണ്ണാൻ കാരണം യേശു ക്രിസ്തുവിൻ്റെ ബലിയിൽ എൻ്റെ പാപപരിഹാര ബലിയായിരുന്നുവെന്ന് നമ്മൾ വിശ്വസിച്ച് അവനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. റോമർ 5:19 പൗലോസ് എഴുതിയിരിക്കുകയാണ്, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതി ഉള്ളവരാകും. 2 കൊരിന്ത്യർ 5:21 പൗലോസ് എഴുതിയിരിക്കുന്നു, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപം ആക്കി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്രിസ്തുവിനെ നേടണം. ക്രിസ്തുവിനെ നേടുക എന്നതായിരുന്നു പൗലോസിൻ്റെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യവും അത് തന്നെയായിരിക്കണം. എന്തെന്നാൽ ക്രിസ്തു നിസ്തുല്യനും വിലയേറിയവനുമാണ്. ക്രിസ്തു നിസ്തുല്യനും വിലയേറിയവനുമാണ്. ഒന്ന്, അവൻ 10,000 അതിശ്രേഷ്ഠനാണ്. ഉത്തമഗീതത്തിൽ എഴുതിയിരിക്കുന്നു 5:10, എൻ്റെ പ്രിയൻ അരുണനെ പോലെ തേജസ്സുറ്റവൻ, 10,000 അതിശ്രേഷ്ഠൻ. ചെറിയ ആളൊന്നുമല്ല. രണ്ടാമത്തെ കാര്യം, താരതമ്യം ചെയ്യുവാൻ കഴിയാത്ത വില പിടിച്ച മുത്താണ്. സ്വർഗരാജ്യത്തെ നല്ല രത്നങ്ങൾ തേടുന്ന ഒരു വ്യാപാരിയോട് യേശു ഉപമിക്കുന്നു. മത്തായി 13:46. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. വിലയേറിയ മുത്ത രത്നം ഏതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കുള്ളതെല്ലാം വിറ്റിട്ട് അത് പോയി വാങ്ങണം. മണ്ടനല്ല. എന്തിനാ നിൻ്റെ എല്ലാം വിറ്റേന്ന് ചിലർ ചോദിക്കും. എല്ലാം വിറ്റേര്. ആ രത്നം പോയി വാങ്ങിച്ചാൽ ഏറ്റവും ബുദ്ധിമാൻ. അതാണ് സ്വർഗരാജ്യം എന്നുള്ളതാണ് യേശു ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശു എന്ന് പറയുന്നത് രക്ഷയ്ക്കുള്ള ഏക നാമമാണത്. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വേറെ ആളുകൾക്കാരുടെ അടുത്തോടൊക്കെ ഓടിപ്പോകുന്നവരുണ്ട്. വെറുതെ മണ്ടത്തരവാ. അങ്ങനെ പോകേണ്ട കാര്യമില്ല, പോകരുത്. കാരണം ഒരു നാമമേ ഉള്ളൂ, ഒരു ആട്ടിടയനേ ഉള്ളൂ, ഒരു രക്ഷകനേ ഉള്ളൂ. അങ്ങോട്ട് മാത്രം ചെന്നാൽ മതി. അതാണ് ഏക വാതിൽ. ആ വാതിലിൽ കൂടെ കയറിയാലേ അകത്തോട്ട് കയറാനൊക്കത്തുള്ളൂ.
ഏക അടിസ്ഥാനമായ യേശു. 1 കൊരിന്ത്യർ 3:11 പറയുന്നു, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, അതിന് പുറമെ മറ്റൊന്ന് സ്ഥാപിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അടിസ്ഥാനം ഇവിടെ ഇട്ട് കഴിഞ്ഞു, നമ്മളൊക്കെ അതിൽ പണിയപ്പെട്ടിരിക്കുക. ഇനി ഒരാൾ വന്ന് വേറൊന്ന് ഇടുക എന്ന് പറഞ്ഞാൽ അവരിട്ടേഞ്ഞ് പൊക്കോട്ടെ, അല്ലാതെ അതിലോട്ടൊന്നും നമ്മൾ കയറിയിരിക്കരുത്. 5, അമൂല്യമായ മൂലക്കല്ലാണ്. അത് വിശ്വാസികൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. യേശു ക്രിസ്തുവാണ് അമൂല്യമായ മൂലക്കല്ല്. 1 പത്രോസ് 2:6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പത്രോസ് എഴുതുകയാണ്, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ ഒരു മൂലക്കല്ല്, അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇനി അടുത്ത വാക്യങ്ങൾ 10-11 വാക്യങ്ങൾ. അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാമ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എന്നത് പുതിയ ക്രിസ്തീയ ജീവിതത്തിൻ്റെ, അതായത് പുതു സൃഷ്ടിയുടെ പ്രധാന തത്വമാണ്. 1 കൊരിന്ത്യർ 1:18 പറയുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. ഈ ശക്തി എന്നത് അവൻ്റെ മഹത്വമാണ്. വിശ്വാസിയായ മനുഷ്യനെ ക്രമേണ ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി രൂപപ്പെടുത്തുന്നു എന്നിവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. 2 പത്രോസ് 3:18 പറയുന്നു, 2 കൊരിന്ത്യർ 3:18 പൗലോസ് എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. 2 കൊരിന്ത്യർ 4:6 പൗലോസ് എഴുതിയിരിക്കുന്നു, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അത് സംഭവം എന്താണെന്ന് ചിന്തിച്ചാൽ, ദമാസ്കസിലേക്കുള്ള യാത്രയിൽ പൗലോസ് ഒരു പ്രകാശം വന്ന് അടിച്ച് വീണുപോയി. കടന്നപ്പോൾ പൗലോസ് കണ്ടത് നസ്രയനായ യേശു. ആ മുഖത്ത് ഒരു തേജസ് തിളങ്ങുന്നു. പൗലോസ് പിന്നീട് മനസ്സിലാക്കുകയാണ്, ദൈവത്തിൻ്റെ തേജസ് എവിടെ തിളങ്ങുന്നു? മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ, ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് ദൈവ തേജസ് മഹത്വം തിളങ്ങുകയാണ്. പൗലോസിന് മനസ്സിലായി, യേശു ക്രിസ്തു ദൈവം, ദൈവപുത്രൻ എന്ന് പിന്നീട് അവൻ വിളിച്ചു പറഞ്ഞു. അവനിൻ്റെ ഇതുവരെയുള്ള എല്ലാ ചിന്തകളും മാറ്റിക്കളഞ്ഞു. മാറ്റമുണ്ടായി പൗലോസിന്. അതാണ് അവൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ് എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ഈ സ്വാധീന ശക്തി അവൻ്റെ സഹനങ്ങൾ, മരണം, പുനരുദ്ധാനം എന്നിവയിൽ താതാമ്യം പ്രാപിക്കുവാൻ മനുഷ്യനെ ശക്തനാക്കുന്നു. നമ്മൾ ക്രിസ്തുവുമായിട്ട് താതാമ്യം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ സഹനങ്ങൾ, അവൻ്റെ മരണം, അവൻ്റെ പുനരുദ്ധാനം, ഇതിലെല്ലാം നമ്മളങ്ങ് താതാമ്യം പ്രാപിക്കുകയാണ്. നമുക്ക് അറിവ് വർദ്ധിക്കണം. അതാ പൗലോസ് ഇവിടെ പറഞ്ഞ ഒരു കാര്യം. എല്ലാ വിധത്തിലും അറിവ് വർദ്ധിക്കാം. ആത്മീയമായ അറിവ് തീർച്ചയായിട്ടും വർദ്ധിക്കണം. അവനെയും അവൻ്റെ പുനരുദ്ധാന ശക്തിയെയും അറിയുക, അതാണ് ആത്മീയ അറിവ്. അതിന് പല അനുഗ്രഹങ്ങളുണ്ട്. അതൊക്കെ പ്രാപിച്ചാൽ, ഒന്ന്, ആത്മീയ വിജയ ആഹ്ലാദത്തിന് അത് കാരണമാണ്.
ജെറമ്യ പറഞ്ഞിരിക്കുന്നു 9:24, പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ കുറിച്ചാണ് നിങ്ങൾ പ്രശംസിക്കേണ്ടത്. കരുണ, ന്യായം, നീതി അതൊക്കെ പുലർത്തുന്നൊരു കർത്താവ് നമ്മുടെ കർത്താവ്. അതിൽ ആനന്ദിക്കണം. ഇത് ദൈവത്തോടുള്ള അടുപ്പത്താലാണ് നമുക്ക് ഈ അറിവ് ലഭിക്കുന്നത്. ഹോസിയ പറഞ്ഞിരിക്കുന്നു 6:3, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇത് പ്രാപിക്കാനുള്ള വ്യവസ്ഥ അനുസരണമാണ്. അനുസരണം അത് പ്രാപിക്കാനുള്ള വ്യവസ്ഥയാണ്. യോഹന്നാൻ 7:16-17 വാക്യങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവനാണ് ഈ കാര്യം മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രബോധനം എവിടെ നിന്നുള്ളതാണ്, ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പറയുന്നതാണോ അതോ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. അന്നേരമാണ് കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. നമ്മളെ എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:31-32 വാക്യങ്ങളിൽ പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു. വിശ്വസിച്ചു കുറേ യഹൂദർ, അവരോട് യേശു പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. അവർ വിശ്വസിച്ചു. യഥാർത്ഥ വിശ്വാസികൾ ശിഷ്യന്മാരാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. കേട്ട ചോടിപ്പോയാലൊന്നും കാര്യമില്ല. ആ വചനത്തിൽ നിലനിൽക്കണം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യം അറിയും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെയാണ് വേണ്ടിയത്, എങ്ങനെയാണത് കിട്ടുന്നത്? സത്യമാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. അപ്പോൾ സത്യം എങ്ങനെ അറിയും? നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കണം, അപ്പോൾ ശിഷ്യന്മാരാകും. അന്നേരം നിങ്ങൾ സത്യം അറിയും. സത്യം അറിയുമ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യമെന്ന് പറഞ്ഞ വാക്ക് തന്നെ യേശുവിനെ സൂചിപ്പിക്കുന്ന, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഒരു കാര്യമേ സത്യമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം മായ 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 എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. ആ സത്യമായത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, യേശു ക്രിസ്തുവിനെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അറിഞ്ഞു കഴിയുമ്പോൾ ആ യേശു നമ്മളെ സ്വതന്ത്രരാക്കും. എവിടെ നിന്നാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്? പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപത്തിൻ്റെ അടിമകളാണ് നമ്മൾ, പിശാചിൻ്റെ അടിമകളാണ് നമ്മൾ. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ അടിമയാണ്. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കാൻ വേറെ വിപ്ലവങ്ങളൊന്നും നടത്തണ്ട. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. കാര്യം യേശുക്രിസ്തു അത് നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുക. ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ അങ്ങോട്ടങ്ങ് എത്തിച്ചോളും. അപ്പം നമ്മൾ യേശുക്രിസ്തുവിനെ അങ്ങ് വിശ്വസിച്ചാൽ മതി, എൻ്റെ രക്ഷകൻ. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഇതാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞത്. യേശുവാണ് സത്യം. ആ സത്യം നമ്മൾ സ്വതന്ത്രരാക്കും. സ്വതന്ത്രരാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യും? നിത്യജീവനിലേക്ക് കൊണ്ടുപോകും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. യോഹന്നാൻ 17:3 പറഞ്ഞിരിക്കുന്നു, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമ്മൾ നിത്യജീവൻ പ്രാപിക്കണമല്ലോ. പ്രാപിക്കാനാണല്ലോ നമ്മളിങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാപിക്കും. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിൻ്റെ അർത്ഥം നിത്യമായ ജീവനാണ്. ഈ ഭൂമിയിലെ ജീവൻ നമുക്ക് കുറേ വർഷത്തേക്ക് മാത്രമാണെന്ന് നമുക്കറിയാം. പക്ഷേ യേശുക്രിസ്തുവാകുന്ന നിത്യജീവനിലേക്ക് നമ്മളായിത്തീരുമ്പോൾ നമ്മുടെ ജീവന് അങ്ങ് നിത്യമായ ജീവനാകും. അപ്പോൾ അതിന് ഇനി അവസാനമില്ല. നിത്യമായി ക്രിസ്തുവിനോടുകൂടെ സന്തോഷത്തിൻ്റെ അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ആയിരിക്കും എന്നുള്ളതാണ് നിത്യജീവനിലേക്ക് നയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം സംഭവിക്കും. ഈ ദൈവത്തെ നമ്മളൊന്ന്
ഇപ്പോൾ അറിയുന്നത് പോലെ അല്ല, കുറേ കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. യേശുക്രിസ്തുവിനെക്കുറിച്ചും കുറേ കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. ആ വാചകമായ യോഹന്നാൻ 17:3 പറയുന്നത്, ഏക സത്യദൈവമായ അവിടുത്തെയും, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ നിത്യജീവൻ ഇതറിയും, അതറിയുക എന്നതാണ് നിത്യജീവൻ. കൊളോസോസ് 1:10 പൗലോസ് പറഞ്ഞിരിക്കുന്നു, കർത്താവിനെ യോജിച്ചതും അവിടുത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാകുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. നമുക്ക് ദൈവത്തെക്കുറിച്ച് കുറേ ജ്ഞാനം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യണം? കർത്താവിന് യോജിച്ചത് അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ഒരു ജീവിതം നയിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നമുക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാകും. ഒന്ന്. മറ്റൊന്ന്, നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ചെയ്യും. നമ്മൾ ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, നല്ല പ്രവൃത്തികളും ധാരാളം ചെയ്യുന്നു. നല്ല പ്രവൃത്തികൾ ചെയ്താലും അത് ഫലവത്താകണ്ടേ, ഫലദായകമാകണ്ടേ? ചിലപ്പോൾ അത് ഫലദായകമാകുന്നതായിട്ട് കാണുന്നില്ലല്ലോ. അതെന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്? നമ്മുടെ പ്രവൃത്തി കർത്താവിന് യോജിച്ചതും കർത്താവിന് പ്രീതിജനകവുമായ ജീവിതവും നയിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാകും. അപ്പോൾ ഫലദായകമാകുന്നില്ലെങ്കിൽ നമ്മളൊന്ന് പരിശോധന നടത്തണം. നമ്മൾ കർത്താവിന് യോജിച്ചതാണോ ചെയ്യുന്നത്? കർത്താവിന് പ്രീതികരമായ ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? അങ്ങനെ നയിക്കുകയാണെങ്കിൽ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാകും. ഇനി ആത്മീയമായ ഒരു പുനരുത്ഥാനം നമുക്കുണ്ടാകണം. പിതാവ് തന്നെ ഏൽപ്പിച്ചവരിൽ ഒരാൾ പോലും നശിച്ചു പോകാതെ ജീവനിലേക്ക് നയിക്കണം എന്നാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ആരെയും നഷ്ടപ്പെടത്തില്ല. അതാണ് യേശു പറഞ്ഞ ഒരു ഉപമ തന്നെ. 100 ആടുകളുണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ടാൽ ആ 99 അവിടെ വെച്ചിട്ട് ആ നഷ്ടപ്പെട്ടതിനെ പോയി തേടിപ്പിടിക്കും. നല്ല ഇടയൻ്റെ സ്വഭാവമാണ്. യേശു ക്രിസ്തു നല്ല ഇടയനാണ്. ഒരാളും തെറ്റിപ്പോകാൻ അനുവദിക്കത്തില്ല, പിടിച്ചുകൊണ്ട് വരും. പിതാവ് ഏൽപ്പിച്ചതിൽ ഒന്നും നഷ്ടപ്പെടത്തില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ജോലി അതാണ്, അത് കർത്താവ് ചെയ്യും. എന്നാൽ ഒരാൾ തെറ്റിപ്പോയതായിട്ട് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് യൂദാസ് കറിയോത്താണ്. എന്തുകൊണ്ടാണെന്ന് ബൈബിളിലൊരു വാചകം പറഞ്ഞിരിക്കുന്നത്, അത് നേരത്തെ എഴുതപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണമായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. കർത്താവ് യൂദായെക്കുറിച്ച് പറഞ്ഞത്, അവൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് നന്നായിരുന്നു. അതാണ് എൻ്റെ കാര്യം. ഈ ധൂർത്തപുത്രൻ തിരികെ വന്നപ്പോൾ ആ പിതാവ് എന്താണ് പറഞ്ഞത്? ലൂക്ക 15:24, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിപ്പോൾ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും ജീവിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. നമ്മൾ ഒരുപക്ഷെ ഒരു കാലത്ത് മരിച്ചവരായിരുന്നായിരിക്കാമെങ്കിലും വീണ്ടും ജീവിക്കണം. എന്തൊരു സന്തോഷമായിരിക്കും സ്വർഗത്തിൽ. ദൈവമാണ് നമ്മളെ ഇടയാക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ഫിലിപ്പിയർ 3:3-11 വരെയുള്ള വാക്യങ്ങളാണ്. യഥാർത്ഥ പരിച്ഛേദിതര് ആരെന്ന് നാം മനസ്സിലാക്കി. പൗലോസ് തൻ്റെ മാനസാന്തര അനുഭവം ഇവിടെ വിശദീകരിച്ചു. ക്രിസ്തുവിനെ പ്രതി എല്ലാം നഷ്ടമാക്കുന്നതിൽ നാം സന്തോഷിക്കുകയാണ് വേണ്ടത്. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് കൂടുതൽ വിലയുള്ളത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആണ് നാം നീതീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തിയെ നാം അറിയണം. അടുത്ത 173-ാമത്തെ എപ്പിസോഡിൽ ഫിലിപ്പിയർ 3:12 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.